ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിശ്വനാഥനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രീകാന്ത് സാറിൽ നിന്ന് അറിഞ്ഞതനുസരിച്ച് സച്ചിയും രേവതിയും വീട്ടിൽ വന്ന് രവീന്ദ്രനോട് പറയുന്നുണ്ട്. അച്ഛാ, അയാളുടെ സ്ഥലം കോഴിക്കോടാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അയാളുടെ ഒരു ഫോട്ടോ കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയും. പിന്നെ ശ്രുതിയോട് ചോദിക്കും, നീ അയാൾക്ക് പൈസ കൊടുത്ത സമയത്ത് അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക വല്ല ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഒന്നും ഇല്ലെന്ന് പറയും. ഉടനെ രേവതി പറയും, സച്ചേട്ടൻ മുമ്പ് ഇദ്ദേഹവും ശ്രുതിയും കൂടി ചേർന്ന് ക്ഷേത്രത്തിൽ വെച്ച് 5 ലക്ഷം രൂപ വിശ്വനാഥന് അഡ്വാൻസ് കൊടുത്തു. ആ ക്ഷേത്രത്തിൽ CCTV ഫുട്ടേജ് ഉണ്ട്, അതിനകത്ത് നമുക്ക് അയാളുടെ ഫോട്ടോ എടുക്കാമെന്ന് പറയും. അങ്ങനെ രേവതി പറയുന്നതനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയി അയാളുടെ CCTV ഫുട്ടേജ് എടുക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട, ഞങ്ങളുടെ പണവില നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചോളാം എന്ന് പറയും. അപ്പോഴേ സച്ചി പറയും, ഇത്രയും നാൾ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ തന്നെ അയാളെക്കുറിച്ച് ഏകദേശം എല്ലാം അന്വേഷിച്ച് പൈസ കണ്ടുപിടിക്കും എന്നൊരു അവസ്ഥയായപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ഇനി അന്വേഷിക്കണമെന്ന് പറയേണ്ട കാര്യം എന്തോ എന്ന് ശ്രുതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്. അതല്ല സച്ചി, നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകളുള്ളതല്ലേ, അതിൻ്റെ കൂടെ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയ? ഓ, അതൊന്നും അല്ല, 30 ലക്ഷം രൂപ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ കാശ് ഞങ്ങളെ ആരും അറിയിപ്പിക്കാതെ കൈക്കലാക്കാമെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചതെന്ന് ശ്രുതി പറയും. സച്ചി ഒരു ടാക്സി ഡ്രൈവറാണ്. സച്ചിക്കാകുമ്പം എല്ലാ സ്ഥലത്തെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. അവൻ അയാളെക്കുറിച്ച് നല്ലോണം അന്വേഷിക്കും. ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ഏകദേശം എല്ലാം സച്ചിൻ രേവതിയും കണ്ടുപിടിച്ചില്ലേ. ഇനി അവസാന ഘട്ടത്തിൽ നിങ്ങളെന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്തായാലും പണം നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ കിട്ടണം, അതുകൊണ്ട് അവരന്വേഷിക്കുന്നില്ലേ നല്ലതെന്ന് പറയും. അതല്ലെങ്കിൽ ഞങ്ങളുടെ പണവിലയെ നഷ്ടപ്പെട്ടത്, അപ്പം ഞങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കാൻ നല്ലത്. ഉടനെ ചന്ദ്രമതിയും പറയും, അത് ശരിയാണ്, അല്ലെങ്കിൽ ആ പണം ഇവനും ഇവളും ചേർന്ന് കണ്ടുപിടിച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് എൻ്റെ ശ്രുതിയായിട്ട് എപ്പോഴും കളിയാക്കാൻ തന്നെ ആയിരിക്കുമെന്ന് പറയും. അതൊന്നുമല്ല, 30 ലക്ഷം രൂപ നിങ്ങൾക്ക് കൈക്കലാക്കാൻ വേണ്ടി തന്നെ നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശ്രുതിയോട് പറയും. ഉടനെ പറയും, നീ എന്തിനാ ശ്രുതിയോട് അങ്ങനെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കും. പിന്നെ അല്ലാതെ 30 ലക്ഷം രൂപ തിരികെ വിശ്വനാഥിൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ കാശ് അച്ഛനെ തന്നെ തിരികെ ഏൽപ്പിക്കണമെന്ന് പറയും. പറയാച്ചാൽ അച്ഛനെ തിരിച്ച് ഏൽപ്പിക്കണം. ഉടനെ രവീന്ദ്രൻ പറയും, ശരിയാണ്, പൈസ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ കാശ് എന്നെ തന്നെ തിരിച്ചേൽപ്പിക്കണം, അത് ആരും അറിയാതെ ഒളിപ്പിച്ച് വെക്കാനോ കള്ളത്തരം കാണിക്കാനോ നിങ്ങൾ ശ്രമിക്കരുത്. ശക്തമായിട്ടൊരു വാർണിംഗും കൂടി രവീന്ദ്രൻ കൊടുക്കും. ശരി സച്ചി, രേവതി മോളെ, ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട, അവരുടെ പണവില നഷ്ടപ്പെട്ടത് അവരതിനെക്കുറിച്ച് അന്വേഷിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അങ്ങ് പോവുകയാണ്. അതിനുശേഷം രേവതിയും സച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും സച്ചിയേട്ട ശ്രുതി നമ്മളോട് ഇനിയൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടായിരിക്കത്തില്ല രേവതി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30 ലക്ഷം രൂപ വിശ്വനാഥൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ആ കാശ് ആരുടെടുത്തും പറയാതെ അവർക്ക് അത് അനുഭവിക്കണം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പറഞ്ഞത്. ആ കാശ് അച്ഛനെ തിരികെ കൊടുക്കാതിരിക്കാനുള്ള അടവാണ് അവരങ്ങനെ പറഞ്ഞതെന്ന്. എന്നാൽ അച്ഛൻ പറഞ്ഞില്ല തിരികെ കൊടുക്കണമെന്ന്. ആ അച്ഛനങ്ങ് ശക്തമായ താക്കീത് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പറയുമായിരിക്കും. അല്ലെങ്കിൽ ആ കാശ് കൈ കിട്ടുന്ന കാര്യം ആ പൗഡർ എടുത്ത് ആ ഓട്ടക്കാരനെ പറയത്തില്ല. 50 ലക്ഷം രൂപ നീലിമയുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചെടുത്തിട്ട് അവർ ആ ഒരു കാര്യം നമ്മളിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കും ശ്രുതിയെക്കുറിച്ച് നല്ല സംശയമുണ്ട്. ആൻ്റണിയുടെ കയ്യിൽ നിന്ന് അവൾ പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ സച്ചേട്ടൻ്റെ ഫോണിൽ കിടന്ന വീഡിയോ എന്നാലും എങ്ങനെയായിരിക്കും ആൻ്റണിയുടെ കയ്യിലെത്തിയത്? അത് ശ്രുതി മുഖേന തന്നെ ആയിരിക്കും, ഒരു സംശയമില്ലെന്ന് രേവതിയും പറയും. ശരി, അല്ലാതെ എന്തായാലും എൻ്റെ ഫോണിൽ കിടന്ന വീഡിയോയാണ് അത് മറ്റ് ആരോ ആൻ്റണിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാതെ ഒരിക്കലും അവനത് പോസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയും. ശ്രുതിയെ തന്നെയാണ് സച്ചിക്കും രേവതിക്കും നല്ല സംശയം. ആ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരും. ഒരു ലോങ് ട്രിപ്പാണ് വരുന്നത്. അപ്പോൾ സാറേ, ഞാൻ ഒരു കോള് വരുന്നുണ്ട്. ആ സമയത്ത് സച്ചി കോൾ എടുക്കും. ആ സമയത്ത് സച്ചിക്ക് ഒരു ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ് വിളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു ഓട്ടോ ഉണ്ട്, അത് രാവിലെ വരണമെന്നൊക്കെ പറയും. ഉടനെ രേവതി തോന്നി, രേവതി, എനിക്ക് രാവിലെ ഒരു ട്രിപ്പുണ്ട്, നീ എന്നെ രാവിലെ വിളിക്കണമെന്നൊക്കെ പറയും. പിന്നെ നിൻ്റെ പൂ ബിസിനസ്സൊക്കെ നല്ലോണം നടത്തണം എന്നൊക്കെ പറയും. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്ന മണ്ഡപത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. പിന്നെ നിനക്കൊരു എതിരാളി ഉണ്ടല്ലോ, ഹേമ എന്ന് പറയുന്നത്, എനിക്ക് അവരെ കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയതാ, നീ സൂക്ഷിക്കണമെന്നൊക്കെ സച്ചി പറയും. എനിക്ക് അവരെ നല്ല പേടിയുണ്ട്. മുമ്പ് ഞാൻ അവിടെ ഓർഡർ എടുക്കാൻ ഒരു മണ്ഡപത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് ചെറിയൊരു ഗുണ്ടായുസത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെന്ന് പറയും. അവർക്ക് ഗുണ്ടായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും ആൾക്കാരുണ്ടെന്നൊക്കെ പറയും. ഉടനെ സച്ചി ചോദിക്കും, നിനക്കാരാൾ? അത് ഞാനറിയാത്ത. എന്നെ അപകടപ്പെടുത്താനും ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചാൽ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതാരാ? ഞാനറിയാത്ത ആളാണ്. പക്ഷേ രേവതി പറയുന്ന ആളിൻ്റെ പേര് സച്ചി എന്ന് തന്നെയാണ്. പക്ഷേ അത് അവസാനമാണ് സച്ചിയാണ് എനിക്ക് ഏതിനും സഹായമായിട്ട് നിൽക്കുന്ന ആളെന്നുള്ള കാര്യം രേവതി സച്ചിയോട് പറയുന്നത്. ശ്രുതി ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരും. ശ്രുതി പറയും, നീ എന്തിനാ ശ്രുതി പൈസയെക്കുറിച്ച് അവരെത്തിന് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞത്? അവരന്വേഷിച്ച് കണ്ടുപിടിക്കത്തില്ലായിരുന്നു വിശ്വനാഥന്. നമ്മളെ കൊണ്ടങ്ങനെ പറ്റുമോ അയാളെ കണ്ടുപിടിക്കാനെന്ന് പറയും. അയാളൊരു പിടികിട്ടാ പുള്ളിയാണ്. ഇതേവരെ അയാളെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല. പോലീസിലൊക്കെ നമ്മൾ പരാതി കൊടുത്തില്ലേ എന്ന് പറയും. ആൻറ്റി പറഞ്ഞത് ശ്രുതി കേട്ടില്ലേ? അയാളെ വിശ്വനാഥനെ
രേവതി സച്ചിയും ചേർന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് അവർ സ്വൈര്യം തരത്തില്ല. എപ്പോഴും ആ കാശ് കണ്ടുപിടിച്ച ഞങ്ങളാന്ന് പറഞ്ഞ് എപ്പോഴും അതിൻ്റെ പേര് ശ്രുതിയെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കാത്തത്. നമുക്കതിനുള്ള സമയമുണ്ടോ ശ്രുതി എന്ന് പറയും. നമ്മൾ അന്വേഷിക്കേണ്ട, അത് അന്വേഷിക്കാനുള്ള ആളിനെയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാന്ന് പറയും. അതാരാ? അതൊക്കെ എൻ്റെ കയ്യിൽ അതിനുള്ള ആൾക്കാരുണ്ടോ എന്ന് പറയും. അങ്ങനെ ശ്രുതി ഉദ്ദേശിക്കുന്ന ആൾ ആൻ്റണിയാണ്. അങ്ങനെ രാവിലെ തന്നെ മീരയുടെ വീട്ടിലോട്ട് വരികയാണ്. മീരയ്ക്ക് ഒരാളോട്ട് ചെറിയൊരു ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അയാളെക്കുറിച്ചൊക്കെയാണ് മീര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ശ്രുതി മീരയുടെ വീട്ടിലോട്ട് വരുന്നത്. മീരയുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ശ്രുതി വന്നതും സംസാരിച്ചൊന്നും മീര അറിയുന്നില്ല. എന്താ മീരെ, ഞാൻ വന്നതും സംസാരിച്ചതും നീ കാണുന്ന പോലും ഇല്ലല്ലോ. ഞാൻ മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് നിന്നെയായിരുന്നു. അല്ല, നീ എന്താ വന്നത്? ഞാനോ? അതെ, ഞാനിപ്പോൾ വല്ലാതെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയോ. എന്താ ശ്രുതി, എന്താ കാര്യം? അത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, 30 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിശ്വനാഥ് എന്ന് പറഞ്ഞ ആൾക്ക് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടെന്ന്. ഇപ്പം അയാളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ സച്ചിയും രേവതിയും ചേർന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? അതെ, പക്ഷേ അയാളെക്കുറിച്ച് ഇനിയും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. എങ്കിലേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ 30 ലക്ഷം രൂപ തിരികെ കിട്ടത്തുള്ളൂ. അതും അയാളെക്കുറിച്ചുള്ള അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും വേണം. നിങ്ങളുടെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് രേവതിയുടെ അമ്മ ക്ഷേത്രത്തിൽ മാല കെട്ടുന്ന ആ ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾ 5 ലക്ഷം രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തത്. അപ്പം ആ ക്ഷേത്രത്തിൽ നിന്ന് അയാളുടെ CCTV ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമില്ലേ ശ്രുതി? അവർ പോയി എടുക്കട്ടെ എന്ന് പറയും. അയ്യോ മീര, അവൾ പോയി ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ അയാളെ കണ്ടുപിടിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആ വീട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ജോലി നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാമെന്ന് പറയും. അതാരാ ഇപ്പം അതിനുവേണ്ടി ചെയ്യുന്ന ഒരാൾ? നമുക്ക് ആൻ്റണിയെ കണ്ട് സംസാരിക്കാമെന്ന് പറയും. ആൻ്റണിയോ? ഇനി അവനും അതിൻ്റെ പേര് നിൻ്റെ അടുത്ത് പൈസ ചോദിക്കത്തില്ലേ? അത് സാരമില്ല. എന്നാലും സച്ചിയും രേവതിയും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആൻ്റണിയെ കൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ആ CCTV ഫോട്ടോസ് എങ്ങനെയെങ്കിലും വെടിപ്പിക്കണമെന്ന് പറയും. എങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലോട്ടൊന്ന് പോകാം, നീ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറയും. ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ മീരയും ശ്രുതിയും കൂടി അങ്ങ് നേരെ ക്ഷേത്രത്തിലോട്ട് ചെല്ലുകയാണ്. ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെ ഏകദേശമൊക്കെ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവിടെ അങ്ങനെ ഒരു CCTV വിഷ്വൽസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവർ ഡയറക്റ്റ് ആൻ്റണിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ ആൻ്റണിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആൻ്റണിയെ ഫോണിൽ വിളിച്ച് ആൻ്റണിയോട് സംസാരിക്കും. പക്ഷേ എന്തിനാ മീര നീ ആൻ്റണിയുടെ ഫോണിൽ വിളിച്ചത്? നമുക്ക് ആൻ്റണിയുടെ ഓഫീസിൽ പോയി ആൻ്റണിയോട് സംസാരിച്ചുകൂടാന്ന് ചോദിക്കും. അത് വേണ്ട. മുൻപ് ഞാൻ 2-3 തവണ അവൻ്റെ ഓഫീസിൽ പോയത് പ്രശ്നമായത്. രേവതിയുടെ അനിയൻ ശരത്ത് അവൻ്റെ കൂടെ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. അത് മുഖേന ഇപ്പം മിക്ക കള്ളങ്ങളും വിളിച്ചിട്ടായത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓഫീസിൽ വെച്ചുള്ള കാണലൊന്നും വേണ്ട, നമുക്ക് പുറത്ത് വെച്ച് അവനെ മീറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ശ്രുതിയും മീരയും കൂടി ചേർന്ന് ആൻ്റണിയെ പുറത്ത് വെച്ച് കാണുകയാണ്. അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി പുറത്ത് വെച്ച് കണ്ടതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ആ CCTV ഫോട്ടേജ് ആൻ്റണിക്ക് കൈക്കലാക്കാൻ പറ്റൂ എന്നതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.